ബിഗ് ബോസ് മലയാളം സീസൺ 7 കാണുന്ന ഒരു ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ഫാക്ടർ നെവിനാണ്. ഹൗസിൽ ജെനുവൻ ഫാൻസുള്ള മത്സരാർത്ഥിയാണ്. നെവിൻ ഇല്ലായിരുന്നെങ്കിൽ ഈ സീസൺ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആകുമെന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. PR ഉള്ള മത്സരാർത്ഥികളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നെവിനെ ഈ ബിഗ് PR ടീം ഒരുമിച്ച് പുറത്താക്കുമോ എന്ന ടെൻഷനിലാണ് BB പ്രേക്ഷകരും. ഫാഷൻ കൊറിയോഗ്രാഫർ, ഇന്റീരിയർ ഡിസൈനർ, ഗായകൻ, ഡാൻസർ, ചിത്രകാരൻ തുടങ്ങിയ നെവിൻ കൈവയ്ക്കാത്ത മേഖലകൾ കുറവാണ്. ഇപ്പോൾ തന്റെ ജീവിത കഥ മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് നെവിൻ. കുഞ്ഞുനാൾ മുതൽ മാതാപിതാക്കളിൽ നിന്ന് സെപ്പറേറ്റായി ജീവിക്കുന്നതിനാൽ സ്നേഹം അനുഭവിച്ചിട്ടില്ലെന്ന് നെവിൻ പറയുന്നു. എൻ്റെ അച്ഛൻ ഒരു മദ്യപാനിയായിരുന്നു. സുഹൃത്തുക്കൾ എന്നെ ബുള്ളി ചെയ്യുമ്പോൾ അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. മാത്രമല്ല എനിക്ക് 6-7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വേറൊരു ഫാമിലി എന്നെ കൊണ്ടുപോയി ആക്കി. അങ്ങനെയാണ് ഞാൻ മാതാപിതാക്കളിൽ നിന്ന് സെപ്പറേറ്റ് ആകുന്നത്. ആ പ്രായത്തിൽ കുട്ടികൾ അനുഭവിക്കേണ്ട സ്നേഹവും കെയറിങ്ങും സപ്പോർട്ടും ഒരിക്കലും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലുതാകുന്നതിനൊപ്പം തന്നെ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ ഫാദറിനെ പോലെ ഞാൻ ആകരുത് എന്നായിരുന്നു ആ ലക്ഷ്യം. മാത്രമല്ല എൻ്റെ അച്ഛനുമായി എനിക്ക് യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെന്റും ഇല്ല. പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെന്ന് കൊണ്ടാണിത്. അച്ഛൻ മരിച്ചിട്ട് 2 വർഷമായി. പക്ഷേ അദ്ദേഹം മരിച്ചപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ പോലും എനിക്ക് വന്നിട്ടില്ല. വേണമെങ്കിൽ പ്രഹസനം കാണിക്കാമായിരുന്നു. ഈ അനുഭവങ്ങൾ എല്ലാം ഉള്ളതുകൊണ്ടാകും ഞാൻ ചിലപ്പോഴൊക്കെ ബോട്ടി ടൈപ്പാണ്. എന്നാൽ തമാശയെന്നോണം ചോദിച്ചാൽ തമാശയാണ്. പക്ഷേ എനിക്ക് സ്നേഹിക്കാൻ അറിയാൻ പാടില്ല. കാരണം സ്നേഹം എന്ന സംഭവം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂം എനിക്കറിയില്ല. ഞാൻ എൻ്റെ അനിയത്തിയോട് ഇതുവരെ മര്യാദയ്ക്ക് ഒന്നും സംസാരിച്ചിട്ടില്ല. കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. എന്നാൽ മുഖത്തോട് മുഖം നോക്കിയാൽ അടിക്കും എന്ന രീതിയിലാണ്. എനിക്ക് അവർക്കും സ്നേഹം പഠിപ്പിക്കാൻ അറിയത്തില്ല. എനിക്കുണ്ടായ മോശം അനുഭവങ്ങളൊന്നും മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല. കാരണം കത്തിക്ക് കുത്തിക്കീറാൻ നിൽക്കുന്ന ആളാണ് എൻ്റെ ഫാദർ. അതുകൊണ്ട് എല്ലാം മനസ്സിൽ തന്നെ വെച്ചു. എൻ്റെ കുടുംബത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ബുള്ളിങ്ങിന് പോയപ്പോൾ പോലും ഞാൻ മൂൺ ഡൗൺ ആയി. അത്തരം കാര്യങ്ങൾ മൈൻഡ് ചെയ്യാൻ നിന്നിട്ടില്ല. 20 വയസ്സ് മുതൽ ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി പോലുമല്ല. ദരിദ്ര കുടുംബമാണ്. സുഹൃത്തുക്കളോട് പോലും ഞാൻ ഓപ്പണർ ആയിട്ടില്ല. കാരണം സിമ്പതി എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് എൻ്റെ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിക്കുവാണെങ്കിൽ 10 പൈസ ഞാൻ തരില്ലെന്ന്. കാരണം ഞാൻ അധ്വാനിക്കുന്നുണ്ടാക്കുന്ന പൈസ എനിക്ക്, അവൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അവൾക്ക്. ഗിഫ്റ്റായി എന്നോട് അവൾ ചോദിച്ചത് കിയ കാറാണ്.